ഓം നമ ശിവായ. ജ്യോതിഷ രത്നം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. മേടക്കൂർ മുതൽ മീനക്കൂർ വരെയുള്ള 12 രാശികളിലായി സ്ഥിതി ചെയ്യുന്ന അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രക്കാരുടെയും 2025 ആഗസ്റ്റ് മാസത്തിലെ ഫലങ്ങൾ പറയുന്ന പുതിയ ഒരു വീഡിയോയിലേക്ക് ജ്യോതിഷ വിഷയങ്ങളോട് താൽപ്പര്യവും വിശ്വാസവും ഉള്ള ഏവരെയും ഒരിക്കൽ കൂടി സഹർഷം സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. ആദ്യം മേടക്കൂർ നക്ഷത്രക്കാരായ അശ്വതി, ഭരണി, കാർത്തിക 1-ാം പാദം എന്നീ നക്ഷത്രക്കാർക്ക് വ്യാഴം അനിഷ്ടഭാവത്തിലൂടെ സഞ്ചരിക്കുകയാൽ സ്ഥാനഭ്രംശവും കാര്യ തടസ്സങ്ങളും ഉണ്ടാകുകയും ശനിയുടെ അനിഷ്ടഭാവ സഞ്ചാര ഫലമായി ധനനഷ്ടങ്ങളും സഞ്ചാര ക്ലേശങ്ങളും അനുഭവമാകുകയും സൂര്യന്റെ അനിഷ്ടഭാവത്തിലെ സഞ്ചാരഫലമായി ശരീരത്തിന് ആരോഗ്യമില്ലായ്മയും പലവിധങ്ങളായ അനാവശ്യ ചിലവുകളും വന്നു ചേരുകയും ജനങ്ങളുമായി മത്സരത്തിനും മനസ്താപം ഉണ്ടാകുന്നതിനും ഇടയാകുകയും ശുക്രന്റെ ഇഷ്ടഭാവത്തിലെ സഞ്ചാരഫലമായി സ്ഥാനലാഭങ്ങളും ധനലാഭങ്ങളും ഉണ്ടാകുകയും രാഹുവിന്റെ ഇഷ്ടഭാവത്തിലൂടെയുള്ള സഞ്ചാരഫലമായി ധനത്തിന്റെയും ധാന്യത്തിന്റെയും ലാഭാനുഭവങ്ങളും ദാമ്പത്യ സുഖവും തുടങ്ങിയ ശുഭാനുഭവങ്ങളും അശുഭങ്ങളുമായ ഫലങ്ങൾ ഈ മാസത്തിൽ ഉണ്ടാകുന്നതാണ്. സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനങ്ങളും വഴിപാടുകളുടെ സമർപ്പണങ്ങളും ശുഭഫലങ്ങളുടെ പുഷ്ടിക്കും അശുഭഫലങ്ങൾ അനുഭവം ആകാതിരിക്കാനും ഏറെ ഉത്തമമാണ്. അടുത്തത് ഇടവക്കൂർ നക്ഷത്രക്കാരായ കാർത്തിക 2, 3, 4, രോഹിണി, മകയിരം 1, 2 പാദക്കാരായ നക്ഷത്രക്കാർക്ക് വ്യാഴത്തിന്റെ ഇഷ്ടഭാവത്തിലൂടെയുള്ള സഞ്ചാരഫലമായി ഇടപാടുകളിൽ നിന്നെല്ലാം നല്ല ധനലാഭം ഉണ്ടാകുകയും ശത്രുക്കൾക്ക് നാശവും അഥവാ അവർ മിത്രങ്ങളായി മാറുകയും ദാമ്പത്യ സുഖവും തുടങ്ങിയ ശുഭഫലങ്ങളും ശുക്രന്റെ സഞ്ചാരഫലമായി കൊടുക്കൽ വാങ്ങൽ ഏർപ്പാടുകളിൽ നിന്ന് എല്ലാം വലിയ ധനലാഭങ്ങൾ ഉണ്ടാകുകയും ദാമ്പത്യ സുഖവും സന്തോഷവും ഉണ്ടാകുകയും ഭരണാധികാരികളിൽ നിന്നും മറ്റും ചില ബഹുമതികൾ ലഭ്യമാകുകയും സൂര്യന്റെ സഞ്ചാരഫലമായി ചില സ്ഥാനമാനങ്ങൾ ലഭ്യമാകുകയും രോഗങ്ങൾക്ക് ശമനമുണ്ടാകുകയും ആരോഗ്യം മെച്ചമാകുകയും തുടങ്ങിയ ശുഭഫലങ്ങൾ അനുഭവമാകും. ശുഭഫലങ്ങൾ പുഷ്ടിയോടുകൂടി അനുഭവം ആകുന്നതിന് ദേവീക്ഷേത്ര ദർശനങ്ങളും വഴിപാടുകളുടെ സമർപ്പണങ്ങളും ഏറെ ഉത്തമമാണ്. അടുത്തത് മിഥുനക്കൂർ നക്ഷത്രക്കാരായ മകയിരം 3, 4 പാദക്കാർക്കും തിരുവാതിര നക്ഷത്രക്കാർക്കും പുണർദം നക്ഷത്രം 1, 2, 3 പാദങ്ങളിൽ പെട്ടവർക്കും ശനിയുടെ അനിഷ്ടഭാവ സഞ്ചാര ഫലമായി ഇടപാടുകളിൽ നിന്ന് ധനനഷ്ടമുണ്ടാകുകയും രോഗക്ലേശങ്ങളുണ്ടാകുകയും വ്യാഴത്തിന്റെ അനിഷ്ട സഞ്ചാരഫലമായി കലഹങ്ങളും മനോദുഃഖങ്ങളും തുടങ്ങിയ പീഡകളും ശുക്രന്റെ ഇഷ്ടഭാവത്തിലൂടെയുള്ള സഞ്ചാരഫലമായി വിശിഷ്ട വസ്ത്രങ്ങളുടെ ലാഭവും ഭക്ഷണസുഖവും ഉണ്ടാകുകയും ബുധന്റെ ഇഷ്ടഭാവത്തിലൂടെയുള്ള സഞ്ചാരത്തിന്റെ ഫലമായി ചില ബഹുമതികൾ വന്നു ചേരുകയും അതോടൊപ്പം ചില ധനലാഭങ്ങളും ഉണ്ടാകുകയും സൂര്യന്റെ അനിഷ്ടഭാവത്തിലൂടെയുള്ള സഞ്ചാരഫലമായി അന്യരിൽ നിന്ന് ചതിവ് പറ്റാൻ ഇടയാകുകയും ദ്രവ്യനാശങ്ങൾക്ക് ഇടയാകുകയും കണ്ണുകൾക്ക് രോഗാതിപീഠകളും തുടങ്ങിയ ശുഭ അശുഭ ഫലങ്ങൾ മിഥുനക്കൂർ നക്ഷത്രക്കാർക്ക് അനുഭവം ആകുന്നതാണ്. ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനവും വഴിപാടുകളുടെ സമർപ്പണങ്ങളും ശുഭഫലങ്ങളുടെ പുഷ്ടിക്കും അശുഭഫലങ്ങൾ അനുഭവം ആകുന്നതിനും ഏറെ ഉത്തമമാണ്. അടുത്തത് കർക്കിടകക്കൂർ നക്ഷത്രക്കാരായ പുണർദം 4-ാം പാദവും പൂയവും ആയില്യവും ആയ നക്ഷത്രക്കാർക്ക്
സൂര്യന്റെ അനിഷ്ടഭാവത്തിലൂടെയുള്ള സഞ്ചാര ഫലമായി ദ്രവ്യങ്ങളുടെ നാശവും യാത്രാക്ലേശങ്ങളും ഉണ്ടാകുകയും കണ്ണുകൾക്ക് രോഗവും അന്യരിൽ നിന്ന് ചതിവ് പറ്റുകയും കലഹവും മറ്റുള്ളവരോട് വിരോധവും ഇടപാടുകളിൽ നിന്ന് ധനനഷ്ടങ്ങളും തുടങ്ങിയ അശുഭ ഫലങ്ങളും കൊടുക്കൽ വാങ്ങൽ ഏർപ്പാടുകളിൽ നിന്ന് ധനലാഭവും മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് ജയവും തുടങ്ങി ശുഭ അശുഭ സമ്മിശ്ര ഫലങ്ങൾ ഈ മാസം കർക്കിടകക്കൂറ് നക്ഷത്രക്കാർക്ക് അനുഭവം ആകുന്നതാണ്. ശുഭഫലങ്ങളുടെ പുഷ്ടിക്കും അശുഭ ഫലങ്ങൾ അനുഭവം ആകാതിരിക്കാനും ദേവീ ക്ഷേത്ര ദർശനങ്ങളും വഴിപാടുകളുടെ സമർപ്പണങ്ങളും ഏറെ ഉത്തമമാണ്. അടുത്തത് ചിങ്ങക്കൂറ് നക്ഷത്രക്കാരായ മകം, പൂരം, ഉത്രം, ഒന്നാം പാദം എന്നീ നക്ഷത്രക്കാർക്ക് സൂര്യൻ അനിഷ്ട സ്ഥാനത്തുകൂടി സഞ്ചരിക്കുകയാൽ ധനനഷ്ടങ്ങൾക്ക് ഇടയാകുകയും സ്ഥാനചലനം സംഭവിക്കുകയും യാത്രാക്ലേശങ്ങളും രോഗാതിപീഡകളും തുടങ്ങിയ അശുഭങ്ങളും ചൊവ്വ അനിഷ്ടസ്ഥാനത്ത് സഞ്ചരിക്കുകയാൽ ശത്രുക്കളിൽ നിന്ന് ഉപദ്രവങ്ങളും സർക്കാരിൽ നിന്ന് പിഴകൾ തുടങ്ങിയ പീഡകളും ശനിയുടെ അനിഷ്ട സഞ്ചാര ഫലമായി കാര്യ തടസ്സങ്ങളും ചിങ്ങക്കൂറ് നക്ഷത്രക്കാരുടെ ഫലങ്ങൾ ആയിരിക്കും. ശുഭഫലങ്ങൾ ലഭ്യമാകുന്നതിനും അശുഭഫലങ്ങൾ അനുഭവം ആകാതിരിക്കാനും ശിവക്ഷേത്ര ദർശനങ്ങളും വഴിപാടുകളുടെ സമർപ്പണങ്ങളും ഏറെ ഉത്തമമാണ്. അടുത്തത് കന്നിക്കൂറ് നക്ഷത്രക്കാരായ ഉത്രം 2, 3, 4, അത്തം, ചിത്തിര 1, 2 പാദക്കാർക്ക് സൂര്യൻ ഇഷ്ടഭാവത്തിലൂടെ സഞ്ചരിക്കുകയാൽ ഇടപെടുന്ന എല്ലാ കാര്യങ്ങളിലും വിജയങ്ങൾ ഉണ്ടാകുകയും ചില സ്ഥാനമാനങ്ങൾ പുതിയതായി വന്നു ചേരുകയും ഉദ്യോഗത്തിലിരിക്കുന്നവർക്ക് പ്രമോഷൻ തുടങ്ങിയ ശുഭഫലങ്ങളും ചൊവ്വ അനിഷ്ട ഫലപ്രദനാകയാൽ കാര്യതടസ്സങ്ങളും ശത്രുക്കളുടെ ഉപദ്രവങ്ങളും രോഗാതിക്ലേശങ്ങളും ബുധൻ ഇഷ്ടഫലപ്രദനാകയാൽ ദാമ്പത്യ സുഖവും കുടുംബത്തിൽ ശാന്തിയും സമാധാനവും ഉണ്ടാകുകയും ഗുരു ഇഷ്ടഭാവത്തിലൂടെ സഞ്ചരിക്കുകയാൽ സ്ഥലമാറ്റങ്ങളും സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാകുകയും ശുക്രൻ അനിഷ്ടഫലപ്രദനാകയാൽ ധനനഷ്ടവും കാര്യതടസ്സങ്ങളും ജനങ്ങളുമായി കലഹങ്ങളും അനിഷ്ടഫലപ്രദനായ ശനി ധനനഷ്ടം, മാനഹാനി, യാത്രാക്ലേശങ്ങൾ തുടങ്ങിയ അനുഭവങ്ങളും അശുഭങ്ങളും നൽകുന്നതാണ്. അശുഭ ഫലങ്ങൾക്ക് ശക്തി കുറയുന്നതിനും ശുഭഫലങ്ങൾക്ക് പുഷ്ടി ഉണ്ടാകുന്നതിനും ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനങ്ങളും വഴിപാടുകളുടെ സമർപ്പണങ്ങളും ഏറെ ഉത്തമമാണ്. അടുത്തത് തുലാക്കൂറ് നക്ഷത്രക്കാരായ ചിത്തിര 3, 4 പാദക്കാർക്കും ചോതി നക്ഷത്രക്കാർക്കും വിശാഖം നക്ഷത്രം 1, 2, 3 പാദക്കാർക്കും സൂര്യൻ ഇഷ്ടഭാവത്തിലൂടെ സഞ്ചരിക്കുകയാൽ മനസ്സിലാഗ്രഹിക്കുന്നതായ എല്ലാ കാര്യങ്ങൾക്കും സാഫല്യമുണ്ടാകുകയും ശരീരത്തിന് നല്ല ആരോഗ്യമുണ്ടാകുകയും പുതിയതായി ചില സ്ഥാനമാനങ്ങൾ വന്നു ചേരുകയും പ്രമോഷൻ പോലെയുള്ള നേട്ടങ്ങൾ ഉണ്ടാകുകയും ഇടപാടുകളിൽ നിന്ന് നല്ല ധനലാഭങ്ങൾ ഉണ്ടാകുകയും കുടുംബത്തിൽ ശാന്തിയും സമാധാനവും ഉണ്ടാകുകയും തുടങ്ങിയ ശുഭഫലങ്ങൾ തുലാക്കൂറ് നക്ഷത്രക്കാർക്ക് മാസഫലങ്ങൾ ആയിരിക്കും. ശുഭഫലങ്ങളുടെ പുഷ്ടിക്കും അശുഭഫലങ്ങൾ അനുഭവം ആകാതിരിക്കാനും ദേവീക്ഷേത്ര ദർശനങ്ങളും വഴിപാടുകളുടെ സമർപ്പണങ്ങളും ഏറെ ഉത്തമമാണ്. അടുത്തത് വൃശ്ചികക്കൂറ് നക്ഷത്രക്കാരായ വിശാഖം 4 പാദവും അനിഴവും തൃക്കേട്ടയും ആയ നക്ഷത്രക്കാർക്ക് സൂര്യൻ അനിഷ്ടഭാവത്തിലൂടെ സഞ്ചരിക്കുകയാൽ ചില ആപത്തുകൾ വന്നു ചേരുകയും ധനനഷ്ടങ്ങൾക്ക് കാരണമാകുകയും രോഗാതിപീഡകളും ശത്രുക്കളിൽ നിന്ന് ഉപദ്രവങ്ങളും ഈ മാസം വൃശ്ചികക്കൂറ് നക്ഷത്രക്കാർക്ക് ഫലങ്ങളായി വരുന്നതാണ്. അശുഭഫലങ്ങൾക്ക് കാഠിന്യം കുറഞ്ഞു കിട്ടുന്നതിന് സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനവും വഴിപാടുകളുടെ സമർപ്പണവും ഏറെ ഉത്തമമാണ്. അടുത്തത് ധനുക്കൂറ് നക്ഷത്രക്കാരായ മൂലം, പൂരാടം, ഉത്രാടം 1 പാദം എന്നീ നക്ഷത്രക്കാർക്ക് പലവിധങ്ങളായ ദ്രവ്യനാശങ്ങളും വന്നു ചേരുകയും രോഗഭീതികൾ മനസ്സിനെ അലട്ടുകയും ഭയപ്പെടുത്തുകയും ചെയ്യുകയും ശനിയുടെ അനിഷ്ടഭാവസ്ഥിതി കൊണ്ട് ഭാര്യയ്ക്ക് ചില ദുരിതങ്ങൾ വന്നു ചേരുകയും ദുഃഖങ്ങൾക്ക് കാരണമാകുകയും ജനങ്ങളോട് കലഹം തുടങ്ങിയ അശുഭങ്ങളും ശുക്രൻ അനിഷ്ട സ്ഥാനത്ത് ആകയാൽ ഭാര്യയുമായി കലഹവും ധനനഷ്ടങ്ങൾക്ക് കാരണമാകുകയും ചെയ്യും.
അശുഭഫലങ്ങൾ അനുഭവപ്പെടാതിരിക്കുന്നതിനും ശുഭഫലങ്ങൾ അനുഭവം ആകുന്നതിനും മഹാവിഷ്ണു ക്ഷേത്ര ദർശനവും വഴിപാടുകളുടെ സമർപ്പണങ്ങളും ഏറെ ഉത്തമമാണ്. അടുത്തത് മകരക്കൂറ് നക്ഷത്രക്കാരായ ഉത്രാടം 2, 3, 4 പാദക്കാർക്കും തിരുവോണ നക്ഷത്രക്കാർക്കും അവിട്ട നക്ഷത്രം 1, 2 പാദക്കാർക്കും സൂര്യന്റെ അനിഷ്ട ഭാവത്തിലൂടെയുള്ള സഞ്ചാര നിമിത്തം യാത്രാക്ലേശങ്ങളും ഉദരരോഗ പീഡകളും ദ്രവ്യങ്ങൾക്ക് നാശവും മനസ്സിനെ അകാരണമായ ഭയം ബാധിക്കുകയും ബുധന്റെ ഇഷ്ടഭാവത്തിലൂടെയുള്ള സഞ്ചാര നിമിത്തം ശരീരസുഖവും ഇടപാടുകളിൽ നിന്ന് ധനലാഭങ്ങളും കുടുംബത്തിൽ ശാന്തിയും സമാധാനവും കൈവരികയും വ്യാഴത്തിന്റെ അനിഷ്ടഭാവത്തിലൂടെയുള്ള സഞ്ചാര നിമിത്തമായി ധനനഷ്ടങ്ങൾ വന്നു ഭവിക്കുകയും കാര്യങ്ങൾ നടപ്പാക്കുന്നതിൽ വല്ലാത്ത കാലതാമസവും അലസതയും വന്നു ചേരുകയും അസുഖങ്ങൾ ശരീരത്തിനെയും മനസ്സിനെയും പ്രതികൂലമായി ബാധിക്കുകയും ശുക്രന്റെ അനിഷ്ടഭാവത്തിലൂടെയുള്ള സഞ്ചാര നിമിത്തം കാര്യതടസ്സങ്ങളും കള്ളന്മാരുടെ ഉപദ്രവങ്ങളും ശനിയുടെ ഇഷ്ടഭാവത്തിലൂടെയുള്ള സഞ്ചാര നിമിത്തം മനസ്സിലുണ്ടായിരുന്ന ചില ആഗ്രഹങ്ങൾ സാധ്യമാകുകയും ധനലാഭങ്ങൾ ഉണ്ടാകുകയും കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് കൃഷി ലാഭവും തുടങ്ങിയ ശുഭാനുഭവങ്ങളും ഉണ്ടാകുന്നതാണ്. ശുഭഫലങ്ങൾ പുഷ്ടിയോടുകൂടി അനുഭവം ആകുന്നതിനും അശുഭഫലങ്ങൾ അനുഭവം ആകാതിരിക്കാനും ശാസ്താക്ഷേത്ര ദർശനങ്ങളും വഴിപാടുകളുടെ സമർപ്പണങ്ങളും ഏറെ ഉത്തമമാണ്. അടുത്തത് കുംഭക്കൂറ് നക്ഷത്രക്കാരായ അവിട്ടം 3, 4 പാദക്കാർക്കും ചതയം നക്ഷത്രക്കാർക്കും പോരുരുട്ടാതി 1, 2, 3 പാദക്കാർക്കും സൂര്യൻ ഇഷ്ടഭാവത്തിലൂടെ സഞ്ചരിക്കുകയാൽ ശരീരത്തിന് നല്ല ആരോഗ്യമുണ്ടാകുകയും മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധ്യമാകുകയും സ്ഥാനകയറ്റങ്ങൾ പോലെയുള്ള ശുഭാനുഭവങ്ങളും ചൊവ്വയുടെ അനിഷ്ടസ്ഥിതി നിമിത്തമായി ശത്രുക്കളിൽ നിന്ന് ഉപദ്രവങ്ങളും രക്തദോഷം നിമിത്തമുള്ള രോഗപീഠകളും മനോദുഃഖങ്ങളും ഉണ്ടാകുകയും വ്യാഴത്തിന്റെ ഇഷ്ടഭാവത്തിലൂടെയുള്ള സഞ്ചാര നിമിത്തമായി പ്രമോഷൻ പോലെയുള്ള സ്ഥാനക്കയറ്റങ്ങളും ദാമ്പത്യ സുഖവും ശുക്രന്റെ ഇഷ്ടഭാവ സ്ഥിതി നിമിത്തം സന്താന സുഖവും ഇടപാടുകളിൽ നിന്ന് ധനലാഭങ്ങളും ശനിയുടെ അനിഷ്ടഭാവത്തിലൂടെയുള്ള സഞ്ചാര നിമിത്തം യാത്രാദുരിതങ്ങളും കലഹങ്ങളും കള്ളന്മാരുടെ ഉപദ്രവങ്ങളും ഉണ്ടാകും. ശുഭഫലങ്ങളുടെ പുഷ്ടിക്കും അശുഭഫലങ്ങൾ അനുഭവം ആകാതിരിക്കാനും ശാസ്താക്ഷേത്ര ദർശനങ്ങളും വഴിപാടുകളുടെ സമർപ്പണങ്ങളും ഏറെ ഉത്തമമാണ്. അടുത്തത് മീനക്കൂറ് നക്ഷത്രക്കാരായ പോരുരുട്ടാതി 4 പാദവും ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രക്കാർക്ക് സൂര്യൻ അനിഷ്ടഭാവത്തിൽ സഞ്ചരിക്കുക നിമിത്തമായി ശത്രുക്കളുടെ ഉപദ്രവങ്ങളും രോഗാതിപീഠകളും ധനനഷ്ടങ്ങൾ വന്നു ഭവിക്കുകയും ചൊവ്വയുടെ അനിഷ്ടഭാവത്തിലെ സഞ്ചാരം കൊണ്ട് കലഹങ്ങൾക്ക് കാരണമാകുകയും യാത്രാക്ലേശങ്ങളും കണ്ണുകൾക്ക് രോഗബാധയും ശുക്രന്റെ ഇഷ്ടഭാവത്തിലെ സഞ്ചാര നിമിത്തമായി ബന്ധുക്കളിൽ നിന്ന് സഹായങ്ങളും സഹകരണങ്ങളും ലഭ്യമാകുകയും ജനങ്ങളിൽ നിന്ന് നല്ല പ്രീതി ലഭ്യമാകുകയും സമൂഹത്തിൽ ഉന്നതമായ ഒരു സ്ഥാനം ലഭ്യമാകുകയും ശനിയുടെ അനിഷ്ടഭാവ സഞ്ചാര ഫലമായി അഗ്നിയിൽ നിന്ന് ഉപദ്രവങ്ങളും സ്വജനങ്ങൾ നഷ്ടപ്പെടുന്ന സാഹചര്യവും വന്നുചേരും. ശുഭഫലങ്ങൾക്ക് പുഷ്ടിയുണ്ടാകുന്നതിനും അശുഭഫലങ്ങൾ അനുഭവം ആകാതിരിക്കാനും മഹാവിഷ്ണു ക്ഷേത്ര ദർശനവും വഴിപാടുകളുടെ സമർപ്പണങ്ങളും ഏറെ ഉത്തമമാണ്. മേൽപ്പറഞ്ഞ ഫലങ്ങൾ ചന്ദ്രന് പക്ഷബലമുള്ള ജാതകർക്ക് ഏതാണ്ട് പൂർണ്ണമായി അനുഭവമാകുകയും ജനനസമയം ചന്ദ്രന് ഭാഗികമായി ബലമുള്ളവർക്ക് ഭാഗികമായ അനുഭവങ്ങളും ചന്ദ്രന് പക്ഷബലം തീരെ ഇല്ലാത്തവർക്ക് ശുഭഫലങ്ങൾ തീരെ അനുഭവം ആകാതിരിക്കുകയും അശുഭഫലങ്ങൾക്ക് പുഷ്ടിയുണ്ടാകുകയും ചെയ്യും. തലക്കുറി, ജാതകം, വിവാഹ പൊരുത്തം, മുഹൂർത്തം, പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായ എല്ലാവിധ സേവനങ്ങൾക്കും 9605232894 എന്ന ഫോൺ നമ്പറിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം. സ്നേഹപൂർവം മോഹനൻ ജ്യോത്സ്യർ, ജ്യോതിഷ ആചാര്യ. ഓം നമഃ ശിവായ.